എൻ്റെ പേര് റിനി മാത്യു. ഞാൻ ചമ്പക്കുളം സെൻറ്റ് മേരീസ് ബസിലിക്ക ഇടഭാഗമാണ്. എനിക്ക് പത്രം എൻ്റെ നാത്തൂൻ തന്ന, അങ്ങനെയാണ് ഞാനിവിടെ വന്ന് 2017 ഉടമ്പടി എടുത്തത്. 2018 വെള്ളപ്പൊക്കം എല്ലാവർക്കും അറിയാമല്ലോ. ആ വെള്ളപ്പൊക്കത്തിന് എൻ്റെ വീട് ഒത്തിരി താഴ്ചയിലാണ്, എപ്പോഴും വെള്ളം കയറും. ഞങ്ങളെല്ലാവരും ആങ്ങളുടെ വീട്ടിലോട്ട് പോയി. അത് കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവിനോട് ഞങ്ങളുടെ അടുത്തുള്ളൊരു പുള്ളി പറഞ്ഞു, നിങ്ങളെവിടെയാ, 3 മീറ്ററിന് മുകളിൽ വെള്ളം കയറും, നിങ്ങളെവിടെയാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇന്നടത്താണ്. അപ്പോൾ എൻ്റെ ഭർത്താവ് ഉടനെ പറഞ്ഞു, നമ്മളിനി വീട്ടിൽ പോയിട്ട് പ്രയോജനമൊന്നുമില്ല, നമ്മുടേത് മുഴുവൻ നശിച്ചു പോകും, നമുക്കൊരു പ്രയോജനം, നമ്മൾ കുടുതുണി മാത്രമേ നമുക്ക് തിരിച്ച് എന്നാൽ കാണത്തുള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു തണുപ്പോ എന്തോ ഒരു ആശ്വാസം വന്നു. ഞാൻ ആ 2:30 സമയം, വെളുപ്പിനെ 2:30 സമയത്ത് ഞാൻ അന്നേരം തൊട്ടിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി. ചെല്ലി ഒരു 5 മണി ആയപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ തോന്നിച്ചു, നിനക്ക് ആങ്ങളമാരുണ്ടല്ലോ, അവരെയും ഭർത്താവിനെയും കൂട്ടി നീ വീട്ടിലോട്ട് വിട്ടാൽ സാധനമൊക്കെ പൊക്കി വെക്കാമല്ലോ, അപ്പോൾ ഒന്നും നശിക്കാതെ വരുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആങ്ങളമാരോടും പറഞ്ഞു, എൻ്റെ ഭർത്താവും അവരും കൂടെ പോയി സാധനങ്ങളെല്ലാം പൊക്കി വെച്ചു. അങ്ങനെ സാധനങ്ങൾ കൂടെ ഒന്നും നഷ്ടപ്പെടാതെ തന്നെ അമ്മ ഞങ്ങളെ സഹായിച്ചു. രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ മോൾ അലീന. ഇവളൊക്കെ 10ലും ഒത്തിരി മാർക്ക് കുറവായിരുന്നു, +1ലും +2ലും ഒക്കെ ഒത്തിരി മാർക്ക് കുറവായിരുന്നു. നേഴ്സിങ്ങിന് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, അഡ്മിഷൻ കിട്ടാൻ പാടായിരുന്നു, ഒത്തിരി ബുദ്ധിമുട്ടി. ആദ്യമേയൊക്കെ ഞാൻ മാതാവിനോട് എന്നും വന്ന് ഇവിടെ എല്ലാ മാസവും വന്ന് പ്രാർത്ഥിക്കും, ആരാധന കൂടും, പത്രം വിതരണം ചെയ്യും, കുമ്പസാരിക്കും, എല്ലാം ചെയ്യുമായിരുന്നു. ലാസ്റ്റ് ഒരച്ഛൻ ഞങ്ങൾക്കൊരു സ്ഥാപനത്തിൽ ഇവളെ കൊണ്ടെത്തിച്ചു. ആദ്യത്തെ വർഷം ഇവൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു, പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഞാൻ തിരിച്ചു പോരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ ഞാനിവിടെ പ്രഭാഷണത്തിൽ വിളിച്ചു പറഞ്ഞപ്പം ഒരു ബ്രദറാണ് എന്നെ എടുത്തുവെച്ച്. ബ്രദർ പറഞ്ഞു, പേടിക്കണ്ട മോളെ, അവൾ തിരിച്ചു വരത്തില്ല, അവൾ പൂർത്തിയാക്കിക്കോളൂ, ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവളെ അവിടെ പിടിച്ചു നിന്നു. പരീക്ഷകൾ എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു, കാരണം ഇവളെ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു വിശ്വാസം എനിക്കില്ലായിരുന്നു. മാതാവ് അപ്പം ഞാൻ ഓരോ പരീക്ഷയ്ക്കും ഞാനിവൾക്ക് കാശുരൂപം, പത്രം, തേന്, ഉപ്പ് ഇതെല്ലാം കൊടുത്ത് വിടും. പോകുമ്പോഴെല്ലാം ഞാൻ പറയും, ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നീ പരീക്ഷ എഴുതാൻ പോകാവുള്ളൂ. ഞാൻ വീട്ടിൽ ഇവൾക്ക് പരീക്ഷ തുടങ്ങുമ്പോഴേ ഞാൻ മാതാവിനോട് അമ്മയോട് പറയും, അമ്മ കൂടെ പോകണം, അവളുടെ കൂടെ. അവൾ എഴുതിയാൽ ഒന്നും അവൾക്ക് പാസ്സാകത്തില്ല, അമ്മ കൂടെ നമ്മുടെ മേലെങ്കിയാൽ അമ്മ പൊതിഞ്ഞ് സംരക്ഷിച്ച് വേണം അമ്മ അവളെ പരീക്ഷ എഴുതിക്കാനായിട്ട്. അങ്ങനെ 4ാം വർഷവും അവളുടെ പരീക്ഷ അവൾ പാസ്സായി. ഇന്നലെ അവളുടെ 4ാം വർഷത്തെ റിസൾട്ട് വന്നു. ഇന്നലത്തെ റിസൾട്ടും അവൾ പാസ്സായി. അതിന് അമ്മയോട് നന്ദി പറയാൻ വന്നതാണ്. 3ാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ അവളും പ്രാർത്ഥിക്കുമായിരുന്നു, അവളും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു. അവളവിടെ നിന്ന് ബൈബിൾ വായിക്കുന്നു. അവളുടെ കൂട്ടുകാർക്കൊക്കെ ഞാൻ ഇടയ്ക്ക് പത്രം കൊടുത്തു വിടും, അമ്മയുടെ കാശുരൂപമൊക്കെ കൊടുത്തു വിടുമായിരുന്നു. അവൾക്കും വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ അവളെ അമ്മ കൈപിടിച്ച് പരീക്ഷ പാസ്സാക്കി. 3ാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവും മോനും കൂടെ, ആലപ്പുഴക്കാർക്കറിയാം വണ്ടാനം ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. സ്കൂട്ടറിൽ പോവുക, പുറകിൽ നിന്ന് വന്ന ഒരാൾ വന്ന് സ്കൂട്ടറിൻ്റെ മിററിൽ ഇടിച്ചു, തട്ടി. ഭർത്താവും മോനും റോഡിലേക്കും വീണു. ഭർത്താവിൻ്റെ കയ്യിൽ ഇവിടെ കുറച്ച് തൊലി പോയി, പക്ഷേ മോന് നേരെ ഓപ്പോസിറ്റ് മോൻ അപ്പുറയോട്ട് തെറിച്ച് വീണു. ഭർത്താവ് നോക്കുമ്പോഴത്തേക്ക് മോൻ്റെ തൊട്ട് പുറകിലായിട്ട് KSRTC ബസ് വന്ന് നിൽക്കുന്നു. തൊട്ട് പുറകിലെന്ന് പറഞ്ഞാൽ തൊട്ടും പുറകിലെ. പക്ഷേ അവന് ഒരു കുഴപ്പവും കൂടാതെ അമ്മ സംരക്ഷിച്ചു. ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ഓൺലൈനിൽ ആരാധന കൂടുമ്പോൾ ഞാൻ നിയോഗം ടൈപ്പ് ചെയ്തിടും, എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതും എല്ലാ നിയോഗവും ഞാൻ നിയോഗം ടൈപ്പ് ചെയ്ത് ഞാൻ എല്ലാ ചൊവ്വാഴ്ച ഇടാറുണ്ട്. അതിൻ്റെ സംരക്ഷണം അമ്മ സഹായിച്ചു. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിലൊരു ചെറിയൊരു മുഴ പോലുണ്ടായിരുന്നു, പുള്ളിക്ക് ചുമയുണ്ടായിരുന്നു. അത് തൊട്ടിട്ട് അതിന് വേദനയോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ചെറിയ ചുമയുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു പേടിയായി, മാതാവേ എന്തുവാ ഇത്, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ മാതാവേ. അപ്പോൾ ഞാൻ പറഞ്ഞു, വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം തേച്ചു. പിറ്റേ ദിവസം ആ മുഴ അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. പിന്നെ ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങൾ എനിക്ക് ഉടമ്പടി എടുത്ത ശേഷവും ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യങ്ങളിലെല്ലാം അമ്മ എന്നെ സംരക്ഷിച്ചു, അമ്മ എന്നെ കാത്തു, അമ്മ എന്നെ പരിപാലിച്ചു, അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ കൂടുതൽ പ്രാർത്ഥിക്കാൻ കൃപ കിട്ടി. കുമ്പസാരിക്കാനായിട്ടാണെങ്കിലും കൂടുതൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ കുമ്പസാരിക്കാനുള്ളൊരു കൃപ കിട്ടി. പിന്നെ ബൈബിള് വായിക്കും, 1/2 മണിക്കൂർ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യും, പത്രം കൊടുക്കും, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സാക്ഷി എന്ന് പറഞ്ഞാൽ ഞാൻ അത് എഴുതിയിട്ടില്ല, എനിക്ക് ഈ റാലി കൂടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ എപ്പോഴും മുട്ടിന് വേദനയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ.
അപ്പോൾ ഞാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് ചോദിച്ചു, ഈ മുട്ടുവേദനയും കൊണ്ട് നീ അവിടം വരെ അങ്ങനെ അവിടെ പോകുമോ? നിനക്ക് മുട്ടിന് വേദനയല്ലേ എപ്പോഴും എപ്പോഴും? ഞാൻ പറഞ്ഞു, മാതാവ് എന്നെ അവിടെ കൊണ്ട് എത്തിക്കും. ഞാൻ ഇവിടെ വന്ന് വെച്ച് പ്രാർത്ഥിച്ചു, അമ്മേ എന്നെ നീ അർത്തങ്ക പള്ളിയിൽ നീ എത്തിക്കണം, തിരിച്ച് നീ എന്നെ എൻ്റെ വീട്ടിൽ നീ എത്തിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു വേദനയും ഞാൻ അറിഞ്ഞില്ല. തിരിച്ച് ഞാൻ വീട്ടിലും വന്നു. ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിന് 100 കൂടി നന്ദി അർപ്പിക്കുന്നു.